നമസ്കാരം കൂട്ടുകാരെ, അജീഷാണ് ഇടുക്കി ചില്ലീസ്. അപ്പോൾ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളൊന്നൊരു അടിപൊളി കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇടുക്കിയിൽ കടലൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇടുക്കിയിൽ ഒരു കപ്പൽ ഒരു ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ എത്തിച്ചേർന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും മുനിയറ, പണിക്കൻകുടി മുനിയറയ്ക്ക് അടുത്തുള്ള അല്ലെങ്കിൽ കുത്തുങ്കൽ ഡാമിൻ്റെയൊക്കെ അടുത്തുള്ള കരിമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഇവിടെ വന്നത് മുനിയറ എന്ന് തിരിഞ്ഞാണ് കരിമല എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് വന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്. സുഹൃത്തിൻ്റെ പേരും രാജേഷ് ആട്ടോ. അപ്പോൾ ആ രാജേഷാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചത്. അപ്പോൾ എന്താണെങ്കിലും രാജേഷ് ഇവിടെ ഒരു കൊച്ചു സ്റ്റോറൊക്കെ ഉണ്ട്, ഏല സ്റ്റോറാണ്. അദ്ദേഹം അവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. രാജേഷേ ഹായ്. അപ്പോൾ കൂട്ടുകാരെ, രാജേഷിൻ്റെ സ്റ്റോറിൻ്റെ ഉള്ളിലാട്ടോ ഞാൻ നിൽക്കുന്നത്. നമ്മൾ രണ്ട് രാജേഷ്മാരെ കാണാനെന്ന് വന്നത്. എൻ്റെ സുഹൃത്തായ രാജേഷാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയത്. അപ്പോൾ രാജേഷിന് ഇവിടെ സ്റ്റോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ട്രേ ആണ്. ഇതൊക്കെ നമ്മൾ ഉണങ്ങുന്നത് നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കുറവായതുകൊണ്ട് നമുക്കത് ചെയ്യാനുള്ള ക്രമീകരണമില്ല മഴക്കാലമാകുമ്പം. അതോടൊപ്പം ഇതുണ്ടോ, ഈ ചാക്കിൻ്റെ അത് നോക്കിയേ, എന്തോ ഒരു ഏലക്ക ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കിയേ, നല്ല പച്ചപ്പായിട്ട്. ഹായ്, അതിൻ്റെ മണമൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ ഏലക്കായുടെ മണവും അതുപോലെ തേയില ഫാക്ടറി അടുത്തോടെ പോകുമ്പോൾ കിട്ടുന്ന ആ മണമൊക്കെ ഉണ്ടല്ലോ, നമുക്കത് ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് കേട്ടോ. നമുക്കിപ്പം നമ്മുടെ സ്റ്റോറുണ്ട്. ഇപ്പം അതിൻ്റെ ഓഫ് സീസൺ ആ നിലവിൽ. എന്നാലും നമുക്ക് അത്യാവശ്യം ആഴ്ചയിൽ 3-4 ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. മൊത്തം 500 കിലോ 1000 കിലോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് 2 ദിവസം കൂടുമ്പോഴൊക്കെ ആണെങ്കിലും. അപ്പോൾ നമ്മൾ ഈ വഴി സൈഡിൽ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്ന രാജേഷേട്ടൻ്റെ വീട് ഇവിടെ ഇരിക്കുന്നത്. ആ വീടിൻ്റെ ഉള്ളിലാണ് നമ്മൾ കയറുമ്പോൾ ഇടുക്കിയിൽ കടലില്ലാത്ത ഈ സ്ഥലത്ത് ഒരു കപ്പൽ, വളരെ മനോഹരമായിട്ടുള്ളൊരു കപ്പൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും നമുക്ക് അവിടെ കയറി അദ്ദേഹത്തെ പരിചയപ്പെടുവാനോ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം. ഈ വീടിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ധാരാളം ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. പേരൊക്കെ ഒന്ന് പറഞ്ഞോ. രാജേഷ്. രാജേഷ്. ഫോണിൻ്റെ അകത്തിരിക്കുന്ന ആളുടെ പേര് നവീൻ. നവീൻ. എത്ര പേരാണ് മക്കള്? 2 പേര്. 2 പേരല്ലേ? തൊട്ട് താഴെ ഒരാളുകൾ നിൽക്കുന്നുണ്ടോ? ആയി, ഒരു ടാറ്റ തന്നേ. ടാറ്റ. പേര് പറ. ശിവാനി. അപ്പോൾ രാജേഷേട്ടാ, നമ്മൾ ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എത്രയോ ഏകദേശം വർഷമായിട്ടുണ്ടാവും? ഒരു 10-20 വർഷം ആയിട്ടുണ്ട്. മേളിലായിട്ടുണ്ട്. എന്തോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേയേറെ വസ്തുക്കളുണ്ടായിരുന്നു. ആദ്യമൊക്കെ ചിരട്ടയിലൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈർക്കിലേക്ക് മാറുകയും. അപ്പോൾ നമ്മൾ രാജേഷേട്ടൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മളങ്ങനെ കയറി പോവുകയാണ്. കയറി പോകുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഒരുപാട് വസ്തുക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിലേറ്റവും വീടിൻ്റെ ഏറ്റവും ഭംഗി കൂട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ അകത്ത് ഒരു ആനയുടെ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഡൈനിങ് ടേബിൾ അല്ല ഞാൻ കാണിക്കാൻ വന്നെ, അതിൻ്റെ നേരെ മുകൾ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കി കണ്ടോ, ഒരു മതിയായ പരുന്ത് അങ്ങനെ ആകാശത്ത് പറന്ന് നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇത് മുഴുവൻ ഈർക്കിളിയും കൊണ്ട് നമ്മുടെ രാജേഷേട്ടൻ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഒരുപാട് കരകൗശല വസ്തുക്കൾ ഇവിടെ നമുക്ക് ഈ റൂമിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് വരുന്നത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയായിട്ടോ. എത്ര ഭംഗിയായിട്ടാണ് അത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ആ ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആനയുടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് മുതൽ താഴേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഫുള്ള് ഈർക്കിളിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ പോയായിരുന്നു, ക്ഷേത്രത്തിൽ പോയിരുന്നു. അപ്പൊ അങ്ങനെ പോയി കണ്ട് അതിനോട് അങ്ങനെ തോന്നിപ്പോ ഉണ്ടാക്കണം എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഉണ്ടാക്കി ഈറ്റ വെച്ചുണ്ടാക്കിയിരുന്ന ഒരു 8-കാല ചിലന്തി വലയാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചിരട്ടകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വിളക്ക് എൻ്റെ മാതൃക നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. തൊട്ടടുത്ത് തന്നെ ഒരു നിലവിളക്കുണ്ട്. അതിൻ്റെ ഈ സൈഡിലും അതുപോലെ തന്നെ മറ്റൊരു വസ്തു നമുക്ക് കാണാൻ പറ്റും. ഇത് ശരിക്കും ഈറ്റ കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. എത്ര സുന്ദരമായിട്ടാണ് അതൊക്കെ അത് നിർമ്മിച്ചതെന്നുള്ള കാര്യങ്ങൾ നോക്കി. അതിൻ്റെ തൊട്ടടുത്തേക്ക് വന്നാൽ പഴയ കാലത്തെ ഒരു മോഡൽ TV നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ശരിക്കും ഈർക്കിളിയും കൊണ്ടാണ്. അതിൻ്റെ തൊട്ടപ്പുറം ഒരു റാന്തർ വിളക്കുണ്ട്. അത് നമ്മുടെ പെട്രോൾ മാക്സ് മോഡല് വിളക്കുണ്ട്. ആ വിളക്കും ഈ ചിരട്ട വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്.
ഇത് ഒരു കാപ്പിയുടെ വേര് കിട്ടി ആദ്യമേ. ആ കാപ്പിയുടെ വേരിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് നോക്കിക്ക. ഇതാണ് ശരിക്കും കാപ്പിയുടെ പേരല്ലേ? ഇത് കാപ്പിയുടെ പേര്. ഇത് ഇല്ലി. ഇതും അതെ, ഇല്ലിയുടെ ഭാഗം തന്നെയാണ് ചെയ്തേക്കുന്നത്. അതിലെ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. കുറെ ഐറ്റംസ് ഒക്കെ അല്ലാതെ ഉണ്ടാക്കി അത് ഓരോരുത്തർക്ക് കൊണ്ടുപോകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെറുപ്പത്തിലേക്ക് അങ്ങനെ ഉണ്ടാക്കി കുറെ അങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ ഇത് കണ്ടിട്ട് ഇതുപോലെ ന്യൂസുകൾ വരുന്ന കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇത് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കൊടുക്കാൻ അങ്ങനെ ഉദ്ദേശമില്ല, ഇത് ആൾക്കാരെ ഇങ്ങനെ കാണിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നിർമ്മിച്ചില്ല, ഇതൊരു പ്രദർശനം പോലെ വെക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ ഏകദേശം 9 മാസങ്ങൾ കൊണ്ട് 5 അടിയിലധികം നീളമുള്ള 3 നിലകളിലുള്ള ഒരു മതിയായ കപ്പൽ തന്നെയാണ് ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കപ്പൽ എത്രയോ ഒറിജിനാലിറ്റി ആയിട്ടാണ് അദ്ദേഹം ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം. ഇതെല്ലാം തെങ്ങിന്റെ ഈർക്കളിൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എത്രയോ ദിനരാത്രങ്ങൾ ഇതിനു വേണ്ടി ഇദ്ദേഹം ചെലവഴിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. സ്ട്രെച്ചർ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇപ്പൊ ഈർക്കിൽ ഒട്ടിച്ചു വെക്കണമെങ്കിൽ പോലും നമുക്കൊരു രൂപം വേണമല്ലോ. ഒരു ഈറ്റയിൽ ആദ്യമേ ഒരു രൂപം ഉണ്ടാക്കും നമ്മൾ. അത് കഴിഞ്ഞ് ഈർക്കിലി ഒട്ടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഒരു കുറച്ചൊക്കെ ഈർക്കിലി നമുക്ക് പറമ്പിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് തീർന്നു കഴിഞ്ഞപ്പോൾ കടയിൽ നിന്ന് മേടിക്കും. കടയിൽ നിന്ന് മേടിക്കുന്നത് അത്ര നല്ലതൊന്നും അല്ല, എന്നാലും കുറെ വരും. ഇപ്പൊ ഒരു ഒരെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നിസ്സാരം നമുക്ക് കിട്ടത്തുള്ളൂ. ഇതൊരു 5 അടിയോളം നീളം. അപ്പോൾ 5 അടിയോളം നീളമുള്ള ആ കപ്പലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രാജേഷേട്ടനും കൊച്ചും അതിൻ്റെ ചുവട്ടിലുള്ള ആ കപ്പലുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. റൗണ്ട് പോലെ ഉണ്ടാക്കുക നമ്മളത്. അത് മുകളിലത്തെ മണ്ടയിലേയും അതുപോലെ ഉണ്ടാക്കും, വലിപ്പം കൂട്ടി ഉണ്ടാക്കും. താഴെ അതിനനുസരിച്ചുള്ള രീതിയിൽ വലിപ്പം കുറച്ചുണ്ടാകും. എന്നിട്ട് ആ ചെരിവ് കൊടുക്കുക അതിന് ചെരിവ് കൊടുക്കുക അല്ലേ. അപ്പോൾ ഈ കപ്പലിന്റെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ കാടിനുള്ളിൽ കിടക്കുന്ന ഡിനോസറിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് മാത്രമല്ല, അവിടെ അടിപൊളി ഒരു ഏറുമാടമൊക്കെ ഈർക്കളി കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര മാസം എടുത്തു? നമ്മൾ 9 മാസം എടുത്തോ കപ്പലുണ്ടാക്കിയവരെ? അല്ല, ഇതൊരു 7 മാസത്തോളം 7 മാസത്തോളം ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ശരിക്കും ഇതും നമ്മുടെ മറ്റേ ഈറ്റ വെച്ച് അങ്ങനെ ഒരു സ്ട്രെച്ചറൊക്കെ ഉണ്ടാക്കിയിട്ടാണോ? അത് ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയാണ് നിലവിൽ ചെയ്തത് അല്ലേ. ഏതാണെങ്കിലും വളരെ സുന്ദരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ് ചേട്ടനിവിടെ, ഒരു കരകൗശല വസ്തു തന്നെയാണ് ചേട്ടനിവിടെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഇൻസ്പിറേഷൻ വേറെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും പറഞ്ഞു തരുമോ? ഇത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിലേക്ക് ഇതൊരു ഫെസ്റ്റിവൽക്കൊക്കെ പോയി ഇവർക്കായിട്ട് കണ്ടതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ മമ്മട്ടിക്കാനത്ത് സണ്ണി എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ അടുത്തൊക്കെ പോയി കണ്ടിട്ടുണ്ട് ഇങ്ങനെ. സാറിൻ്റെ കാഴ്ചകളിൽ നിന്നാണ് മറ്റൊരു കാഴ്ചകളിലേക്ക് നമ്മുടെ രാജേഷ് ചേട്ടൻ നമ്മളെ ആനയിച്ചത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കരകൗശല വസ്തുത ഇതാണ്. ശരിക്കും ഒരു ഏറുമാടമാണ് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ഇല്ലിയെ തന്നെ നിർമ്മിച്ചേക്കുന്നതാണ്. ഇല്ല തന്നെ നിർമ്മിച്ചേക്കുന്നല്ലേ. ഇത് എന്ത് ഐറ്റം ആണ് ചേട്ടാ? ഇത് ഏറ്റുമാടമാണ് ഉണ്ടാക്കിയത്. ശരി, കയറി പോകാനുള്ള സ്റ്റെപ്പുകൾ താഴെ തൊട്ട് കയറി പോകാനുള്ള സ്റ്റെപ്പുകളുണ്ട് അല്ലേ. ഇത് 2 സൈഡും ഉണ്ടോ? വളരെ മറുവശത്തും ഇതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് വെച്ച് നല്ലൊരു വെച്ചിട്ടുണ്ട്. ഒന്ന് തിരിക്കോ? ഇതല്ലാത്ത വള്ളിയിലുള്ള മറ്റേ കയറെ കയറി പോകുന്ന സ്റ്റെപ്പുകൾ അല്ലേ. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കാനായി എവിടെയെങ്കിലും കണ്ടിട്ടാണോ അതോ ഒരു ഏറ്റുമാടം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട്? നമ്മുടെ പറമ്പിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതകളൊക്കെ ഉണ്ടോ? ഉണ്ട്, പക്ഷേ ഇതുപോലെയുള്ള ഉണ്ടാക്കാനാണ്. പക്ഷേ അതെ കൂട്ടുകാർ, ഇതുണ്ടോ, ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് അല്ലെങ്കിൽ ഒരു വീടിൻ്റെ വിസിറ്റേഴ്സ് റൂമിലൊക്കെ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു കരകൗശല വസ്തുവാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ രാജേഷേറിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്കാണ് ഇനി നമ്മൾ കയറുന്നത്. ഒരു വലിയ മുതലയുടെ തലയും വായും എല്ലാം ഏകദേശം അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ നിർമ്മാണങ്ങളും അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ആണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ.
ഉടല് മറ്റൊരു ഭാഗത്ത് നിർമ്മാണത്തിലിരിക്കുകയാണ്, പക്ഷേ അത് സ്ട്രക്ചർ മാത്രമായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളത് ഈ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഈ മുതലയുടെ പല്ല് കണ്ടോ, എത്ര ഒറിജിനാലിറ്റി ആയിട്ടാണ് അത് ചെയ്തേക്കണമെന്ന് നോക്കിയാൽ. ഇത് ശരിക്കും നമ്മുടെ തേക്കിൻ്റെ വേരിൻ്റെ കുറ്റിയാട്ടോ. അപ്പം പല്ല് ഈർക്കിൽ വെച്ച് ഒട്ടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് നിലവിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. ഈ മുതലയുടെ വായിൽ മറ്റൊരു ജീവി പിടിച്ച് കടിച്ചു കിടക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ നിർമ്മാണങ്ങൾ വരുന്നത്. അതൊക്കെ പ്ലാനഡ് ആണ്. എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ള കാര്യം നമുക്ക് തീരുമാനമായിട്ടില്ല. ഇത് ചെറിയ ചെറിയ പീസ് ഇത് നമ്മൾ എടുത്തു. ഇതിന്റെ അളവിനനുസരിച്ച് ഇതിന്റെ ഒരു ഇത്ര അളവ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിനനുസരിച്ച് നമ്മളിങ്ങനെ മുറിക്കുകയും അതിങ്ങനെ ചേർത്ത് വെച്ച് ഇതുപോലെ ഇങ്ങനെ മുറിച്ചിരിക്കും. ഇങ്ങനെ ഒരേ അളവിനെ കണ്ടിച്ചിട്ട് ഇതിങ്ങനെ ചേർത്ത് പിടിപ്പിക്കുകയാണ്. ഇതുപോലെ പശ ആദ്യമേ പശ വെക്കും, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് ഓട്ടിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുള്ള പണിയാണ്. അല്ലാതെ ഒരുപാട് സമയം ടൈമിങ് ഒത്തിരി നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഈ പ്രിയപ്പെട്ടവരോടൊപ്പം തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. രാജേഷേട്ടൻ നിൽക്കുന്നു. അദ്ദേഹം തൻ്റെ കൃഷിയിടത്തിൻ്റെ അധിക സമയം കിട്ടുമ്പോഴാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യണത്. നമുക്ക് വേണ്ടി അദ്ദേഹം കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമ്മുടെ ഇടുക്കി ചില്ലീസിൻ്റെ പേരിൽ താങ്ക് യു പറയുന്നു. അതുപോലൊപ്പം രാജേഷേട്ടനെ പരിചയപ്പെടുത്തി തന്ന മറ്റൊരു രാജേഷാണ് എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ താങ്ക് യു പറയുകയാണത്. ഇവിടെ ഒരു കൊച്ചു മോളും ഉണ്ട് കേട്ടോ, രാജേഷേട്ടൻ്റെ മോളാണ്. ഹായ്, ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ തന്നിട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും അതുപോലെ കമൻറ്റ് ഇടുവാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുവാനൊന്നും ആരും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിടുകയും ചെയ്യണം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.